إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, നാവിന്റെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് അയാളുടെ നാവിനെ തൊട്ടായിരുന്നു. അപ്പൊ അത്രമാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്, ദുനിയാവിലെ ജീവിതത്തിന് വിള്ളലേൽപ്പിക്കുന്ന, പിന്നീട് പരലോകത്ത് അയാൾക്ക് വിള്ളലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നാവിന്റെ വിഷയം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാവിന്റെ ശർറിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു വെച്ചു. ഒരു കാര്യത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി റസൂൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. മഹാനായ ശഖൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയണം, ഞാൻ നബിയുടെ അടുക്കൽ ചെന്നു. അങ്ങനെ നബിയോട് ഞാൻ ആവശ്യപ്പെട്ടു, നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുന്ന കാര്യത്തിൽ ഒരു പ്രാർത്ഥന താങ്കളേക്ക് പഠിപ്പിച്ചു തരണം. ഒരുപാട് കാവൽ തേടുന്ന പ്രാർത്ഥനകളുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ കൈ ആദ്യം റസൂൽ പിടിച്ചു. റസൂലെ കൈ പിടിച്ച് അവിടെ ഇരുത്തി ഒരു പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരിക്കും. അങ്ങനെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സബ്ഇ, മോശപ്പെട്ട കേൾവികളെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കണം. മോശപ്പെട്ട ഒരുപാട് വാക്കുകൾ കേൾക്കേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ അതിനെ രക്ഷപ്പെട്ടു പോകണം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് ഇടങ്ങാറുണ്ടാക്കുന്ന ഒരുപാട് കേൾവികൾ ഉണ്ടാകും. അതവന് പെട്ടെന്ന് ഉൾക്കൊള്ളാനും കേൾക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതുപോലെ മോശപ്പെട്ട കാഴ്ചകൾ, എവിടെ നോക്കിയാലും ഹറാമിന്റെ കാഴ്ചകളാണ്. പ്രത്യേകിച്ചും ഇന്ന് അഡ്വർടൈസ്മെന്റ് കമ്പനികളൊക്കെ സ്ത്രീയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ പരസ്യ പലകളിലൊക്കെ അധികവും സ്ത്രീകളുടെ ചിത്രമാണ്. എന്തുകൊണ്ട്? അവർക്കറിയാം മനുഷ്യന്റെ ഹോർമോൺ, ആ ഹോർമോണിനെ കുറിച്ച് ഒരു പഠനം നടത്തി ആ പഠനത്തിലൂടെ അവർ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവൻ കുറെ നേരം നോക്കി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ചും ഔറത്തൊക്കെ വെളിവാക്കുന്ന ഒരു ഫോട്ടോയാണെങ്കിലോ പിന്നെ പറയേണ്ടതില്ല. അപ്പോ ആ പരസ്യങ്ങളിൽ ഔറത്തെല്ലാം ഒഴിവാക്കി ഒരു പെണ്ണിന്റെ ചിത്രം കൊടുക്കുമ്പോൾ സ്വാഭാവികമാണ് പുരുഷൻ അതിലേക്ക് നോക്കും. അപ്പോ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടാണ് ഇന്ന് മാർക്കറ്റിംഗ് ഫീൽഡ് പോലും ഇന്ന് വലിയ കൊള്ള നടത്തുന്നത്. അത് കൊള്ളയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോ അത്തരത്തിലുള്ള ഹറാമായ കാഴ്ചകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഹറാമായ കാഴ്ചകൾ, അങ്ങനെയുള്ള കാഴ്ചകൾ പരമാവധി അല്ലാഹുവേ നീ എന്നെ കാണിപ്പിക്കരുത്, അതിൽ നിന്നെല്ലാം എനിക്ക് രക്ഷപ്പെടണം. അപ്പോ അങ്ങനെയുള്ള കാഴ്ചകളിൽ അല്ലാഹുവേ ഇതാ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ലിസാനി,
മോശപ്പെട്ട സംസാരങ്ങൾ, ഷർറിന്റെ സംസാരങ്ങളെ തൊട്ടേ അല്ലാഹുവേ ഇതാ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അഥവാ നാവിൽ നിന്ന് അല്ലാഹു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ നാവ് അപകടമാണോ അല്ലേ എന്നുള്ളത് ഈ പ്രാർത്ഥന തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിഷയമാണ്. അല്ലാഹുവേ ഹൃദയത്തിന്റെ ഷർറിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ. എന്താണ് ഹൃദയത്തിന്റെ ഷർറ്? പല ദുശ്ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. മോശപ്പെട്ട കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെയൊന്നും റബ്ബേ കടന്നു വരരുത്. അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കണം. അതുപോലെ തന്നെ മനിയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കണം. മനി എന്ന് പറഞ്ഞാൽ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾക്ക് ലൈംഗികമായിട്ടുള്ള ആസക്തി അത് കുറച്ച് കൂടുതലായിരിക്കും. പെട്ടെന്ന് ഒരു ഹറാമായ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയെങ്കിലും അവന് സത്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വ്യഭിചാരം, അല്ലെങ്കിൽ അവന്റെ ആ വികാരത്തെ ശമിപ്പിക്കുന്ന മറ്റു പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അവന് മനസ്സിങ്ങനെ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, ലൈംഗികമായ ആസക്തി കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല, കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ലൈംഗികമായ അത്രക്കും കഠിനമായിട്ടുള്ള ആ ഒരു വികാരങ്ങളിൽ അല്ലാഹു നീ രക്ഷപ്പെടുത്തണമേ. അപ്പൊ അതൊരു പ്രശ്നമാണ്. കാരണം അത് ഹറാമിലേക്ക് അവസാനം അയാളെ കൊണ്ടെത്തിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഫിത്നയിൽ നിന്നും ഷർറിൽ നിന്നും അല്ലാഹു നീ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഞാനിപ്പോ പറഞ്ഞ ഈ 4-5 കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അത്രയും അതുപോലെയുള്ള ഷർറിൽ നിന്നെല്ലാം അല്ലാഹു നമ്മൾ കാവൽ ചോദിക്കണം. അതുപോലെ തന്നെ നാവ് കൊണ്ട് ഉണ്ടായിത്തീരുന്ന അപകടങ്ങളായി പറയാറുണ്ട്. നാവ് കൊണ്ട് ഉണ്ടായിത്തീരുന്ന, നമുക്ക് ഭാവിയിൽ ഉണ്ടായിത്തീരുന്ന അപകടങ്ങളാണ്. അതിലൊന്ന് മോശപ്പെട്ട മരണമൊരുക്കൽ. മോശപ്പെട്ട മരണമൊരുക്കൽ അതിനെ പണ്ഡിതന്മാർ തെളിവ് കൊണ്ടുവന്നിട്ടുള്ള ആയത്ത് സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്താണ്. അപ്പൊ നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ, അതിനെ തോന്നിയതുപോലെ വിടണമെങ്കിൽ വരാനിരിക്കുന്നത് മോശപ്പെട്ട മരണമാണ്. ആ ആയത്തിൽ പറയുന്നത് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഫൽയഹ്ദർ, അവൻ സൂക്ഷിച്ചുകൊള്ളട്ടെ, അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. അല്ലദീന, യാതൊരു കൂട്ടർ, യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശരീഅത്തായ റസൂൽ ഒരു കാര്യം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അതിനോട് ആരാണോ മുഖാലഫത്ത് നടത്തുന്നത്, അതിനോട് എതിര് നിൽക്കുന്നത് ആരാണോ, അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഒന്നുകിൽ അൻ തുസീബഹും ഫിത്ന, അവന് ഫിത്ന ബാധിക്കും. അവിടെ ദുനിയാവിൽ, പരലോകത്ത് മാറുണ്ട്, ദുനിയാവിൽ തന്നെ അവൻ ഫിത്ന അനുഭവിക്കാതെ മരിക്കൂല. എന്താണ് ആ ഫിത്ന? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫീ ഖുലൂബിഹിം മിൻ കുഫ്രിൻ ഔ നിഫാഖിൻ ഔ ബിദ്അത്തിൻ. ഒന്നുകിൽ അല്ലാഹു അവന്റെ മനസ്സിൽ കുഫ്റിട്ട് കൊടുക്കും. കുഫ്റിട്ട് കൊടുത്ത എന്താ അവസ്ഥ? നേരെ നരകവുമില്ല. നമ്മളെ മനസ്സ് മുഴുവനും കുഫ്റാണ്. എന്താ അവസ്ഥ? നരകോട്. ആ നിലയിൽ മരണപ്പെട്ട അയാൾ നരകവകാശിയാണ്. ഔ നിഫാഖിൻ, അല്ലെങ്കിൽ നിഫാഖ് കാപട്യം ഇട്ട് കൊടുക്കുന്നതാണ്. എന്തേ ചെയ്തുള്ളൂ? റസൂലിന്റെ ശരീഅത്ത്, റസൂൽ പറഞ്ഞ കാര്യത്തിന് വല്ല വിലയൊന്നും കൊടുത്തില്ല. റസൂലല്ല, പോട്ടെ, അതൊന്നും ഈ കാലത്ത് ചെയ്യാൻ പറ്റൂല, അതൊക്കെ 6-ാം നൂറ്റാണ്ടിന്റെ ആളുകൾ ചെയ്ത കാര്യമാണ്, അതൊക്കെ ഈ കാലത്ത് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ പരിഹസിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ദുനിയാവിലെ ശിക്ഷയാണ് കേട്ടോ. പരലോകത്ത് വേറുണ്ട്. കുഫ്ർ അല്ലെങ്കിൽ നിഫാഖ്, കാപട്യം മനസ്സിലിട്ട് കൊടുക്കും. കപടന്മാരുടെ അവസ്ഥ എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ എന്താണ്? അവര് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുന്ന. നരകത്തിൽ ഒരുപാട് തട്ടുകളുണ്ട്. നരകത്തിന്റെ പ്രത്യേകത, താഴേക്ക് പോകുന്നതും കുടിസതയാണ്. മുകളിൽ നല്ല വിശാലമായിരിക്കും, താഴേക്ക് പോകുന്നതും കുടിസായിട്ട് പോയിക്കൊണ്ടിരിക്കും. സ്വർഗം അങ്ങനെയല്ല, സ്വർഗം വേറെ രൂപത്തിലാണ്. സ്വർഗത്തിന്റെ മുകളിലേക്കാണ് ദർജാതിന്റെ. നരകം അങ്ങനെയല്ല, താഴോട്ട് പോകുന്നതും ഇടുങ്ങിയ അവസ്ഥയാണ്. അപ്പൊ മുനാഫിക്കുകൾ അവിടെ ഉള്ളത് ഏറ്റവും അടിത്തട്ടിലായിരിക്കും, ഇടുങ്ങിയ സ്ഥലത്തായിരിക്കും. അപ്പൊ നിഫാഖോട് കൂടിയായിരിക്കും അവൻ മരണപ്പെടാം, നാവിൽ സൂക്ഷിച്ചില്ലെങ്കിൽ. അല്ലെങ്കിൽ ബിദ്അത്ത്, അതറിഞ്ഞും അറിയാതൊക്കെ ചെയ്യുന്ന ബിദ്അത്തുകൾ. അങ്ങനെ അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ അള്ളാഹ് കൊടുത്തൊരു ശിക്ഷയാണ്. ആ ബിദ്അത്ത് അവനെ കൊണ്ട് അള്ളാഹ് ചെയ്യിപ്പിച്ചത് എന്താണ് കാരണം? അവൻ അവനെ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, അതാണ് അതിന്റെ കാരണം. അല്ലെങ്കിൽ ഔ യുസീബഹും അദാബുൻ അലീം, ദുനിയാവിൽ തന്നെ അള്ളാഹു കഠിനമായ ശിക്ഷ കൊടുക്കും. എങ്ങനെയുള്ള ശിക്ഷയാണ്? ഫിദ്ദുനിയാ ബിഖദ്രിൻ ഔ ഹദ്ദിൻ ഔ ഹബ്സിൻ ഔ
അങ്ങനെയുള്ള ഒന്നെങ്കിൽ അയാൾ കൊല ചെയ്യപ്പെടും. ശിക്ഷണതൊക്കെ ഒരാൾ വധിക്കപ്പെടാന്നുള്ളത് എല്ലാ വധിക്കപ്പെടലും ശിക്ഷയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ശിക്ഷയുടെ ഒരു ഇനങ്ങളിൽപ്പെട്ട ഇനമാണ് വധിക്കപ്പെടാന്നുള്ളത്. ദുനിയാവിൽ കൊല ചെയ്യപ്പെടാം, അതൊരു ശിക്ഷയാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഖിസാസ് നടപ്പാക്കണം. മറ്റൊരാളെ ആരാണോ അയാളെ കൊന്നിട്ടുള്ളത് അവനെ വധിക്കണം. ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്തുള്ള നിയമമാണ്. അപ്പൊ അങ്ങനെ ഹദ്ദിന് അവൻ വിധേയനാകും. ഗൾഫിൽ പോകുമ്പോഴേക്കും ഇതുപോലെ തോന്നിവാസങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മോഷ്ടിക്കാം, അല്ലെങ്കിൽ ഒരാളെ കൊല്ലാം. അവിടെ എന്താ വിധി നമുക്കറിയാം. ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവന്റെ തല പോകും. അത് ഇസ്ലാമിക ശരീരത്ത് നടക്കുന്ന ഒരു നിയമങ്ങളാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? ഇതിന്റെ പരിണിത ഫലമാണ്. എന്താണ്? റസൂല് പറഞ്ഞ കാര്യത്തിന് എതിരെ നിൽക്കാം. അപ്പൊ റസൂൽ എന്താണ് നാവിനെ കുറിച്ച് പറഞ്ഞത്? അത് ഖുതുബയിൽ പറഞ്ഞ തീരിൽ ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ റസൂലിന്റെ കൽപ്പനയെ ആരാണ് ലംഘിക്കുന്നത്? അവൻ ഇതുപോലെയുള്ള മുസീബത്തുകൾ, ഫിത്നകളാണ് അവന് വരാനിരിക്കുന്നത്. അവർ റസൂലിന്റെ സുന്നത്തുകളൊന്നും പാഴാക്കേണ്ട വിഷയമല്ല. അപ്പൊ താടി പൊടിയൊക്കെ അതിൽ പെടുട്ടോ. അപ്പൊ താടി പൊടിക്കാം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. 25-ലും അധികം ഹദീസാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ താടി വെറുതെ വിടുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ അതിനെ ഒരു ഗൗരവം കൊടുക്കുന്നില്ല. നമ്മളെന്താ പറയാ, കുഴപ്പമില്ല, അതൊക്കെ വളർത്തിക്കുന്ന എങ്ങനെ ജോലിക്ക് പോകാൻ. അപ്പൊ അതൊക്കെ നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന അപകടമാണ്. അതുപോലെ തന്നെ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം വലിയ വിഷയമാണ്. നമ്മളതൊന്നും വിഷയമായിട്ട് കാണുന്നില്ല. പക്ഷെ അള്ളാഹ് അതൊക്കെ വിഷയമൊക്കെ കണ്ടേക്കുന്നത്. അങ്ങനെ അള്ളാഹ് അയച്ച ഈ ദൂതനെ, ആ ദൂതനെ ധിക്കരിക്കുമ്പോഴോ അള്ളാഹ് വിടൂല. അതുപോലെ തന്നെ വലത് കൈയിട്ട് ഭക്ഷണം കഴിക്കാം, കുടിക്കാം എന്ന് റസൂല് കൽപ്പിച്ചു. പക്ഷെ ചില ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഇടത് കൈയുടെ വെള്ളം കുടിക്കൂല. എത്ര പറഞ്ഞു കൊടുത്താലും ആ ഇടത് കൈയുടെ കുടിക്കൂല. അപ്പൊ എന്താ പറയാ, അല്ല മൗലവി അത് ഗ്ലാസ്സിൽ പറ്റാവൂലേ, ചോറിനെ പറ്റാവൂലേ. അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ കാണാം ടച്ച് സ്ക്രീൻ, ഇടത് കൈ കൊണ്ട് കുടിക്കുക, വലത് കൈ കൊണ്ട് മുട്ടിച്ചു കൊടുക്കാം. ഇത് അള്ളാന്റെ റസൂൽ അറിയില്ല ഇങ്ങനെ ഒരു പരിപാടി. റസൂൽ എന്താ പറഞ്ഞത്? റസൂല് പറഞ്ഞത് വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം. അതായത് റസൂല് പറഞ്ഞാൽ പോലെ ടച്ച് സ്ക്രീൻ മതി എന്ന്, ഇടത് കൈ കൊണ്ട് കുടിക്കാം, ആ വലത് കൈ അൽപ്പിച്ച് മുട്ടിച്ചു കൊടുത്താൽ മതി എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. ആ ഹദീസിലൊക്കെ കാണുന്നത് എന്താണ്? വലത് കൈ കണ്ടേ കുടിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഇങ്ങനെ വലത് കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണവും വെള്ളവും കുടിക്കുന്ന ഒരു കാഴ്ച റസൂല് കണ്ട്. റസൂൽ പറഞ്ഞ് ആ കൈ മാറ്റി വലത് കൈ നിങ്ങൾ തിന്നലും കുടിക്കലും ചെയ്യാൻ പറഞ്ഞു. അയാൾ എന്താ പറയുന്നത് അറിയാമോ? എനിക്ക് അതൊന്നും പറ്റൂല. റസൂല് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാതിരിക്കട്ടെ എന്നുള്ളത്. അയാൾ മരിക്കുന്നവരൊക്കെ അയാളുടെ കൈവിന് അനങ്ങിയില്ല എന്നാണ്. മരിക്കണവരെ അയാളുടെ കൈ അനങ്ങിയിട്ടില്ല. എന്തേ? അത് ദുനിയാവിലെ അള്ളാഹ് കൊടുത്ത ശിക്ഷയാണ്, റസൂലിന്റെ സുന്നത്തിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു തരത്തിലുള്ള ശിക്ഷയാണ്. മറ്റൊരു കാര്യം, നന്മകൾ തടയപ്പെടാം. നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നന്മകൾ തടയപ്പെടും. അള്ളാഹ് നമുക്ക് ഒരുപാട് നന്മകൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ നന്മകളൊക്കെ ഇങ്ങനെ തടയപ്പെടാം, അത് നമ്മളിലേക്ക് എത്തില്ല. അതിന്റെ കാരണം എന്താണ്? ഇവിടെ നാവ് പ്രശ്നക്കാരാണ്. തന്നെ ഇവന്റെ നാവ് മോശമാണ്. നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പ് നോക്കുന്നുണ്ടാകും, 3 മണിക്കൊക്കെ വെളുപ്പിന് തഹജ്ജുദിന് എണീക്കുന്നുണ്ടാവും. പക്ഷേ ഇവന്റെ നാവ് പ്രശ്നക്കാരനാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? നന്മകൾ തടയപ്പെടും നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ. ഒരിക്കൽ പ്രവാചകന് അറിയിപ്പ് നൽകപ്പെട്ടു. അഥവാ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന വാർത്ത റസൂലിനെ അള്ളാഹ് അറിയിച്ചു കൊടുത്തു. റസൂൽ അങ്ങനെ വളരെ ആവേശത്തോടു കൂടി താല്പര്യത്തോടു സഹാബത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഈ വാർത്ത പറയാൻ വേണ്ടി. എന്നാൽ ലൈലത്തുൽ ഖദർ വരുന്ന വഴി എന്താ? തലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, രണ്ടാളുകൾ അവിടെ നിന്നിങ്ങനെ തർക്കിക്കാണ്. റസൂല് അവിടെ നിന്ന് ഈ തർക്കം കണ്ടപ്പോൾ റസൂൽ പറയാണ് വഇന്നഹാ റുഫിഅത്, ആ തർക്കം ഞാനവിടെ കണ്ടു നിൽക്കുന്നത് കൊണ്ട് ആ അറിവ് എന്നിൽ ഉയർത്തപ്പെട്ടു എന്നാണ്. അപ്പൊ വലിയ ഒരു അറിവായിരുന്നു അള്ളാഹ് കൊടുത്തത്. പക്ഷെ ആ തർക്കം മുഖേന, ആ തർക്കം കണ്ടു നിന്നു എന്നതിന്റെ പേരിൽ എന്തേത് അള്ളാഹ് ഉയർത്തി. അപ്പൊ തർക്കം ദീന്റെ വിഷയത്തിൽ ഇങ്ങനെ തർക്കിച്ച് കിടക്കാം, അത് എന്തല്ല, അത് നല്ലൊരു കാര്യമല്ല. അപ്പൊ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് തർക്കിക്കുന്നവൻ അവൻ ഭയങ്കര യോഗ്യനാണ്. അതൊരു യോഗ്യതല്ല, അതൊരു അയോഗ്യതയാണ്. ദീന്റെ വിഷയം ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കാം. അവന്റെ പരിപാടി തന്നെയാണ്. അവർക്ക് വിവാദം ചെയ്യാനൊന്നും സമയമില്ല, ഖുർആൻ ക്ലാസ്സിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല, അതിനുള്ള സമയമില്ല. അവൻ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇങ്ങനെ തർക്കിച്ചെടുക്കണം. അവനെന്താ പറയണത്? പഠിക്കുന്നത് തന്നെ തർക്കിക്കാൻ വേണ്ടിയാണ് ചില ആളുകള്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സംവാദങ്ങളും മുഖാമുഖങ്ങളും എടുത്തു കഴിഞ്ഞാൽ അധികവും തർക്കമാണ്.
സാധാരണ മുഖാമുഖത്തിനും സംവാദങ്ങൾക്ക് അറബിയിൽ പറയുന്നത് ഒരു പദമുണ്ട്, മുനാദറ എന്നാണ്. മുനാദറ എന്ന് പറഞ്ഞാല് രണ്ട് വിഭാഗം ആളുകളും തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു പരിപാടിക്കാണ് മുനാദറ എന്ന് പറയാ. ഇന്നിപ്പോ അതാണോ? ഇന്ന് അവനവന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു. അത് കാണുന്ന ആളുകൾക്കറിയാം. അപ്പൊ തന്നെന്നല്ല, അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. എന്നാല് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് കൂടി ചർച്ച ചെയ്യാം, അതൊന്നും ഇസ്ലാം എടുക്കുന്നില്ല. പക്ഷെ ഈ തർക്കം എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു മൗഖൂഫായ ഹദീസാണ്. അദ്ദേഹം പറയാണ്, ലാ തഅല്ലമുൽ ഇൽമ ലിസലാസിൻ, 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിവ് പഠിക്കാൻ പാടില്ല. ഒന്നെന്താണ്? ലിതുമാറു ബിഹി സുഫഹാ, വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി നിങ്ങൾ അറിവ് പഠിക്കരുത്. വതുജാദിലു ബിഹിൽ ഉലമാ, പണ്ഡിതന്മാരോട് തർക്കിക്കാൻ വേണ്ടിയും അറിവ് പഠിക്കരുത്. ചില ആളുകള് ആയതൊക്കെ പഠിച്ചിട്ട് വേണം പിന്നെ മോരോട് പോയി തർക്കിക്കാൻ. അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പാടില്ല, അത് വിലക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ തന്നിലേക്ക് ജനങ്ങൾ അവരുടെ മുഖം തിരിക്കാൻ വേണ്ടി, ഞാനൊരു പണ്ഡിതനാണ്, ഞാൻ വലിയ താർക്കികനാണ്, ഇന്ന് വലിയ ക്വാളിറ്റി ആയിട്ട് ആളുകൾ പറയുന്നത് എന്താണ്? മൂപ്പരിത്തത്തെ സംവാദങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ, അത് വലിയ പാണ്ഡിത്യന്റെ ആളുകൾ മനസ്സിലായി. അതൊരു പാണ്ഡിത്യല്ല, അതൊരു അയോഗ്യതയാണ്, ഒരിക്കലും പാണ്ഡിത്യല്ല. അപ്പോ അങ്ങനെ ജനങ്ങൾ തന്നിലേക്ക് തിരിയാനുള്ള നീയത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇൽമു പഠിക്കാം. അതും അള്ളാഹു സ്വീകരിക്കൂല. ഇൽമു പഠിക്കേണ്ടതിനു വേണ്ടിയാണ്. ഇൽമു പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം. നാളെ എനിക്ക് അള്ളാഹനെ കണ്ടുമുട്ടണം, അവന്റെ തൃപ്തിക്കാണ്, അവന്റെ എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന നിലക്കാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ അതിന് മാത്രം പ്രതിഫലമുള്ളൂ. ഇതിനു വേണ്ടിയാണെങ്കിലോ അദ്ദേഹം പറയുന്നു, ഫമൻ ഫഅല ദാലിക ഫഹുവ ഫിന്നാർ, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും അറിവ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ്. അത് ചെറിയ കാര്യമില്ല. പ്രത്യേകിച്ചും ഖുർആനിന്റെ വിഷയത്തിൽ തർക്കിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഖുർആൻ കൊണ്ട് ഇങ്ങനെ തർക്കിച്ച് നടക്കാനാണ്. അത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുർആൻ യഖറഉ അലാ 7 ഹുറൂഫ്, ഖുർആൻ 7 ഹർഫിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അത് പാരായണം ചെയ്യേണ്ടത് അതേപോലെ ആ രൂപത്തിലായിരിക്കണം. ഫലാ തുമാറു ഫിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിന്റെ വിഷയത്തിൽ തർക്കിക്കരുത്. ഫഇന്ന മിറാഅ ഫിൽ ഖുർആൻ കുഫ്റുൻ, ഖുർആനിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നത് കുഫ്റാണെന്നാണ്. ഇന്ന് വലിയൊരു യോഗ്യതായിട്ട് മാറി. അപ്പൊ ഈ തർക്കം എന്നുള്ളത് നമ്മുടെ നാവിന്റെ പണിയാണ്. ഈ നാവിനെ വെറുതെ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് പലതും ഇങ്ങനെ പറയും, പലതും തർക്കിക്കും. ആ തർക്കം അവസാനം കൊണ്ടെത്താ നന്മകൾ തടയപ്പെടും, നരകത്തിലേക്കുള്ള ഒരു വഴിയായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഷർറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഒരിക്കൽ കൂടി സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു, നസീഹത്ത് ചെയ്യുന്നു. നാവിന്റെ മറ്റൊരു അപകടമാണ് നമ്മുടെ കർമ്മങ്ങൾ എന്ന് പൊളിച്ചു കഴിഞ്ഞു. അതൊരു വിഷയമാണ്. കർമ്മങ്ങൾ പൊളിക്കപ്പെടാന്നുള്ളത് വലിയ നഷ്ടമാണ്. ഇവിടെ നമ്മുടെ വീട് തകർന്നു പോയാലും വാഹനം പോയാലും ജോലി പോയാലും സമാധാനമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബേജാറില്ലല്ലോ, അത് കഴിഞ്ഞു. മരിക്കുന്നത് വരെയും ബേജാറുണ്ടാവുള്ളൂ, ദുനിയാവിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. പക്ഷേ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ എന്താ, ഇവിടെ ഒരുപാട് കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ 7 തുറന്നു കഴിയുമ്പോ എന്താ, ഒന്നുമില്ല, അവിടെയൊക്കെ ബ്ലാങ്ക് ആണ്, പ്ലെയിനായി കിടക്കുകയാണ്. അപ്പൊ എന്താ, അള്ളാഹു ഞാൻ ഒരുപാട് ജുമായിൽ പങ്കെടുത്തല്ലോ, ഒരുപാട് സക്കാത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് സദഖ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ജമാഅത്ത് നിസ്കാരത്തിൽ ഒന്നും ഒരു മുടക്കുണ്ടായിരുന്നില്ല, ഒക്കെ കൃത്യമാണ്. പക്ഷേ അവന്റെ നാവ് പ്രശ്നമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ മുആദ് ബിൻ ജബൽ അദ്ദേഹം പറയാണ്, ഞാൻ പ്രവാചകൻ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ വെച്ച് ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നതും നരകത്തിൽ തന്നെ വിദൂരമാക്കി കളയുന്ന ഒരു കാര്യം നബി താങ്കൾ പഠിപ്പിച്ചു തരും. സഹാബികൾക്ക് ഇങ്ങനെയായിരുന്നു, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിലാകണം, ഇവിടെ നിന്ന് കഴിച്ചിലായി സ്വർഗത്തിലേക്കൊന്ന് പോകണം, നരകത്തെ രക്ഷപ്പെടണം. ഇതായിരുന്നു സഹാബത്തിന്റെ ചിന്ത തന്നെ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് അത്താബിഉൽ ജലീൽ, മഹാനായ അബ്ദുല്ലാഹി മുബാറക് ഖുറാസാനിലെ ശൈഖായിരുന്നു, താബിഈയായിരുന്നു അദ്ദേഹം. വഹുവ അഹദു അഇമ്മത്തിൽ അഅലാം, ഇമാമികളിൽ തന്നെ ഏറ്റവും പ്രഗൽഭനായ ഒരു പണ്ഡിതനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി മുബാറക്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരുപാട് സഹാബികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട സഹാബികൾ, ഒരിക്കൽ അദ്ദേഹം പറയുന്നത്, ഞാനൊരു സഹാബിനെ ഇങ്ങനെ കാണുന്നത്, ആ സഹാബി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചെന്ന്
ചോദിച്ചു, അല്ല എവിടെ എത്തി? അയിന ബലവത്ത, എവിടെ എത്തി താങ്കൾ? അദ്ദേഹം പറയുക, ഞാനിതാ സിറാത്ത് പാലത്തിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്റെ ഖബർ കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് ഞാൻ സിറാത്ത് പാലത്തിൽ നിൽക്കുകയാണ്. ഞാൻ പാലൊന്ന് കടന്നെത്തിയാൽ മതി. ആലോചിക്കണം, സഹാബത്ത് ചിന്ത, അവരുടെ ചിന്തയാണ് പറയണത്. നമ്മളാണെങ്കിലാ വീട്ടില് മാർബിൾ ആണല്ലേ ഗ്രാനൈറ്റ് ആണെങ്കിൽ ഇടേണ്ടത് എന്നുള്ള ആലോചനയാണ്. അല്ലെങ്കിൽ രണ്ടാം നില വെക്കണോ, റൂം എക്സ്ട്രാ എടുക്കണോ, അല്ലെങ്കിൽ മോളുടെ കല്യാണത്തെ ഓർത്ത് ബേജാറിലാണ്. ഓരൊരു കല്യാണം ശരിയായിട്ടില്ല, ഓൾക്കൊരു കല്യാണം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടില്ല, വാടകയൊക്കെ കിടക്കണത്. ഇതൊക്കെ നമ്മളെ ചിന്ത. സഹാബത്തിന്റെ ചിന്ത നമ്മളൊന്ന് ആലോചിക്കണം. റസൂലിന്റെ കൂടെ ജീവിച്ച് റസൂലിൽ നിന്ന് പഠിച്ച ആ സഹാബത്ത് ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ എത്രമാത്രം നമ്മൾ ചിന്തിക്കണം. തിന്മയുടെ കാര്യങ്ങളൊക്കെ പരമാവധി വിട്ടുന്ന അവരാണ് സഹാബികൾ. ആ സഹാബികളുടെ ചിന്തയാണ് ഞാൻ പറയണത്. ഞാൻ സിറാത്ത് പാലത്തിൽ ഇങ്ങനെ നിൽക്കണമെന്നാണ്. നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ആലോചിക്കണം. ഖബറിൽ ഞാൻ മരിച്ചു, എന്റെ ജനാസ ഖബറിലേക്ക് വെച്ചു. ഞാൻ ആ ചോദ്യങ്ങൾ ഇങ്ങനെ അഭിമുഖീകരിക്കുകയാണ്. ഉറങ്ങരുത്, നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്കങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ നമുക്കൊരു പരലോക ബോധം ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ദുനിയാവിന് പുറകെ ഇങ്ങനെ പോകുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സഹാബത്തിന്റെ ചിന്തയും സംസാരവും ഇതാണ്. റസൂലെ ആ സ്വർഗത്തിലേക്ക് നടക്കണം, നരകത്തിന് രക്ഷപ്പെടണം. ഇതൊന്നും റസൂല് പറഞ്ഞു തന്നെ, വേറെ എനിക്കൊന്നും പറഞ്ഞല്ല, ഇത് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. റസൂല് പറഞ്ഞു കൊടുത്തു, താങ്കൾ ചോദിച്ചത് വലിയൊരു കാര്യമാണെന്നാണ്. അപ്പോ നമ്മളൊക്കെ ചെറിയ കാര്യമായിട്ട് പറയുന്ന റസൂൽ പറയുന്നത്, താങ്കൾ ചോദിച്ച കാര്യം താങ്കൾ ചോദിച്ച കാര്യം വലിയൊരു കാര്യമാണ്. റസൂൽ പറയാണ്, വളരെ സിമ്പിളാണ്, ഇത് വലിയ പണിയൊന്നുമില്ല. റസൂൽ പറയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹ് മാത്രം ഇബാദത്ത് എടുക്കണം. അതിൽ ഒരു വ്യക്തിയെയും, ഒരു ശക്തിയെയും, ഒരു ജിന്നിനെയും, ഒരു മലക്കിനെയും അതിൽ നീ പങ്കു ചേർക്കരുത്. അള്ളാഹനെ മാത്രം നീ ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത്. റസൂൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു. നിസ്കരിക്കണം, നിസ്കാരം കൃത്യമാക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോക്കണം, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത് റസൂൽ പറയുന്നത്. ഇതെല്ലാം നിന്റെ ഉടമസ്ഥതയിൽ ഇങ്ങനെ നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നീ ചെയ്യുന്ന കാര്യമാണ്. ഇത് നിനക്ക് ഉടമപ്പെടുത്തണല്ലോ. ഇതായിട്ടാണ് നിനക്ക് പരലോകത്തേക്ക് പോകേണ്ടത്. എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം നാവ് റസൂൽ ഇങ്ങനെ പുറത്തേക്ക് റസൂൽ പറയണേ, ഇതിനെ നീ തടഞ്ഞു വെച്ചോ. ഇതിനെ തടഞ്ഞു വെച്ചില്ലേ അതിന്റെ അർത്ഥം മറ്റേതൊക്കെ പൊടിഞ്ഞു പോകുന്നതാണ്. അപ്പൊ റസൂലിനോട് തിരിച്ചു ചോദിച്ചു, നബിയെ, ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു ഞങ്ങളെ ചോദ്യം ചെയ്യുമെന്നാണോ, ഞങ്ങൾ പിടികൂടുമെന്നാണോ താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് നഷ്ടപ്പെട്ടു മുആദ്. അതാണ് അവരുടെ പ്രയോഗമാണ്. നിന്റെ ഉമ്മാക്ക് നഷ്ടപ്പെട്ടു, നിനക്ക് ഇതിനെ കുറിച്ച് അറിയില്ലേ? ഒരു മനുഷ്യൻ നാളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത്, മൂക്ക് കുത്തി വീഴുന്നുണ്ടെങ്കിൽ അവന്റെ നാവ് അധ്വാനിച്ചതല്ലാത്ത വേറെ എന്തുണ്ട് മുആദ്? അപ്പൊ ഒരു മനുഷ്യൻ നാളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് അവന്റെ നാവ് കൊണ്ടുള്ള അധ്വാനമാണ്. നാവ് വലിയ അപകടമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഓരോ സംസാരങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ പാഴ്വേലയാകും എന്നതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഇൽമ് അത് കേൾക്കുവാൻ, അത് പഠിക്കുവാൻ, അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ